കഷ്ടപ്പാടിന്റെ ടേസ്റ്റൊക്കെ ഉണ്ട്. അവിടുന്ന് ഇങ്ങനെ പറിച്ചൊന്നും ആവൂല. ഇത് ഞാനാ ഉണ്ടാക്കിയത്. എന്താ പറിച്ചെടുക്കണക്ക? ഇന്നേ ഇതിനിപ്പോ എന്താ പറയാ, ഞങ്ങളവിടൊക്കെ കാവുത്തതെന്ന് പറയും. ചില ആളുകൾ ഇപ്പൊ ഇതിനിപ്പോ എന്താ പറയാ, ഞങ്ങളിപ്പോ വീഡിയോയിൽ ഇപ്പൊ ആരെന്തോന്ന് പറഞ്ഞിരുന്നല്ലോ, കാവുത്ത് തന്നെ പറയാല്ലേ. പറയാ എന്താണെങ്കിലും കാവുത്ത് പറിക്കണം. ആണെങ്കിലോ പറിക്കാൻ ചില്ലറ പണിയൊന്നല്ല കേട്ടോ. ആ മരത്തിന്റെ അടിയിൽ കൂടെ ഒക്കെ ഉണ്ടായിരിക്കണം. അങ്ങനെ ഓരോ പീസായിട്ട് ഇട്ടുണ്ടായി. ഇത് വെള്ളയാണ് കേട്ടോ. ഇതിൽ തന്നെ നല്ല ബീട്രൂട്ടിന്റെ കളറുള്ളതുകൊണ്ട് പിന്നെ ബീട്രൂട്ടിന്റെ കളറിലുള്ളതുകൊണ്ട് പൊട്ടി തോന്നണം കേട്ടോ. പൊട്ടി. ഇവിടെ ഈ മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ടേ മരത്തിന്റെ ഗ്യാപ്പില് തോന്നുന്നു. ഇതാ നമ്മളതിന് വിത്തിന് വേണ്ടിട്ട് ആദ്യം ചെമ്മലിട്ടിട്ട് മണ്ണുള്ളൊക്കെ നല്ല കഴിക്കാനൊക്കെ നല്ല ഇട്ടാൽ മതി. ആയിക്കോട്ടെ. എവിടെ ചോദിച്ചു എന്താ കാട്ടണേ? ഇന്ന് വരുമ്പോൾ ഭക്ഷണം ആ കാഴ്ച കട്ടോ വെച്ചോളൂ. ഇപ്പൊക്കെ എവിടെ ഉള്ളു യാത്ര കാശം കൊണ്ടുപോകും. നമുക്കൊരു ശരിയായ കഷ്ണം മതി. കഷ്ടപ്പെട്ട് പറിച്ച സാധനത്തിന്റെ ഇപ്പത്തെ അവസ്ഥ എന്താ എനിക്ക് ഇതാ മൊത്തോസ് എന്തൊക്കെ കാട്ടി വെച്ചിട്ടുണ്ട്. കഴിച്ചു നോക്കട്ടെ എങ്ങനെയുണ്ട് നല്ലത്. അടിപൊളിയാണോ സാം? നല്ല രസല്ലേ? ഞാനല്ല ഉണ്ടാക്കിയത്. തേങ്ങ കച്ചക്കണം, കടുകൾ പൊട്ടിച്ചോളാം. പക്ഷെ അന്നുണ്ടാക്കിയ വയലറ്റിന്റെ അത്ര ടേസ്റ്റ് ഇല്ല കേട്ടോ. വയലറ്റ് വേറെ നല്ല ടേസ്റ്റാണ്. അത് അത്ര ടേസ്റ്റ് ഇല്ല എന്നാലും കഷ്ടപ്പാടിന്റെ ടേസ്റ്റൊക്കെ ഉണ്ട്. അവിടുന്ന് ഇങ്ങനെ പറിച്ചൊന്നും ആവൂല. ഇത് ഞാനാ ഉണ്ടാക്കിയത്. ഞാൻ കഷ്ടപ്പെട്ട് പറിച്ചോണ്ട് എന്റെ കൈപ്പുണ്യം കൊണ്ടാണ് ടേസ്റ്റ് കൂടിയത്. ഇതിന്റെ വിയർപ്പിന്റെ ടേസ്റ്റാണ്. ഞാൻ പറഞ്ഞല്ലേ.